എന്ത് വേണോ എടുത്ത് കഴിക്കാം. അങ്ങനല്ല, ഇത് വേറെയാണ്, അങ്ങനെ ഒന്നല്ല. ഇതൊന്ന് കഴിച്ചാൽ ഒരെണ്ണത്തിന് 100 രൂപ തരും. അതാണ്. ഒരു ലഡു വെച്ചാൽ 100 രൂപ തരും, ഒരു കട്ട്ലറ്റ് വെച്ചാൽ 100 രൂപ തരും. എത്ര എണ്ണം കഴിക്കാൻ പറ്റും? ആ, എടുത്തോ. രാവിലെ കഴിച്ചായിരുന്നാ? ഒന്നും കഴിച്ചില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ? ഈ ഒരു വീഡിയോ ഏകദേശം ഒരു 12 മില്യണോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ പലവരുടെയും മനസ്സിൽ വന്നൊരു കാര്യമാണ്, എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചേക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിലേക്കെങ്കിലും ഏൽപ്പിച്ചാൽ അത്രയും നല്ലതായിരുന്നു എന്നുള്ളത്. ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം നമ്മൾ മനുഷ്യന്മാരാണ്, സ്വാഭാവികം നമുക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് വിഷമം വരും. എന്തായാലും നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പുള്ളിക്കാരനാൾ ചില്ലറക്കാരനല്ല കേട്ടോ. ആളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കാരണം സ്വന്തം കൊച്ചുമോളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മോൻ്റെ മോളോ മോളുടെ മോളോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ കൊച്ചുമോളോട് പുള്ളിക്കാരൻ കുറച്ച് വേലത്തരങ്ങളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ്റെ വീട്ടുകാർ, അച്ഛനും അമ്മയും തന്നെ ഇറക്കി വിട്ടതാണ് സംഭവം. കുഞ്ഞിൻ്റെ ആരും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്നെന്ന് വെച്ചാൽ ഈ കിളവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഒരു പുള്ളിക്കാരി തുറന്നു പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കിട്ടൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി. എന്റെ അച്ഛന് പണ്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരന് കമ്പനിയായ ഒരാളാണ് ഈ കിളവനായിട്ട് കമ്പനിയായി എൻ്റെ അച്ഛൻ. എന്തോ ഒരു കഷ്ടകാലം. എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനിയായി ഇടയ്ക്കിടയ്ക്ക് വീട്ടിനകത്തല്ല, മീൻസ് അങ്ങനെ വരും, അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പപ്പിയൊക്കെ കൊണ്ട് തരുന്ന ആ കിളവൻ എനിക്ക് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ്റെ തന്തയുടെ പ്രായമുണ്ട് മോന്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കാം, അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം, ബാക്കിലോട്ട് നിൽക്കാം, എന്നെ കെട്ടിപ്പിടിക്കണം, എന്റെ ബ്രസ്റ്റിൽ ടച്ച്. ഇതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കിളവൻ ആള് നല്ല ആളാണ്. പിന്നെ ഇയാളെയൊക്കെ എന്താ ചെയ്യേണ്ട? വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ വീട്ടിൽ പ്രതിഷ്ഠയാക്കി വെക്കാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ധൈര്യത്തോടെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനൊരു ഇൻസിഡൻറ്റ് ഇയാളിൽ നിന്ന് നേരിട്ട് കാണും. ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് സത്യം പറയല്ല ഗൈസ്, ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ്. നേഴ്സിംഗ് പഠിച്ച് സൈക്കാട്രി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ എനിക്കൊരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പോസ്റ്റിംഗ് സമയത്ത് ഞങ്ങൾ സൈക്കാട്രിയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ആൾക്കാരാണ്. കൊച്ചുമോളെ പീഡിപ്പിച്ചു, ജോലിക്ക് ഇരുന്ന വേലക്കാരെ പീഡിപ്പിക്കാൻ പോയി, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ. പിന്നെ പൈസ ഉള്ള ആൾക്കാർ ഇത് കൂടുതലും ആൾക്കാർ മറച്ചു വെക്കുന്നുണ്ട്. സാധാരണക്കാർ പിന്നെ ഇത് പുറം ലോകം അറിഞ്ഞാൽ വിഷയമാണ് എന്നുള്ള രീതിയിൽ ഇവരെ മാക്സിമം ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ ഇത്രയും പ്രായമായിട്ടും പുള്ളിക്കാരി അതിൻ്റെ തെറി വരെ വിളിക്കുന്നുണ്ട്. പൂമോൻ എന്നൊക്കെ നല്ല വൃത്തിക്ക് പുള്ളിക്കാരി വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കണം, കാരണം ഇവൻ്റെയൊക്കെ കയ്യിലിരിപ്പതല്ലേ. ഇത്രയും പ്രായമായിട്ടും അപ്പച്ചൻ്റെ കിഴ മാറിയില്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലത് ഏതാ ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്വന്തം വീട്ടുകാരെ പോലും കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അച്ഛൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഈ അച്ഛനെ വളർത്തിയ ആളായിരിക്കുമല്ലോ അപ്പൂപ്പൻ, അല്ലെങ്കിൽ അമ്മയെ വളർത്തിയ ആളായിരിക്കുമല്ലോ അപ്പൂപ്പൻ എന്നുള്ള ലെവലിലായിരിക്കും ഓരോ പേരൻസും കുഞ്ഞിനെ ലാളിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ കൊടുക്കുന്നത്. ഇമാതിരി തന്തയില്ലായ്മ കാണിക്കുമെന്ന് നമ്മൾ കണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അച്ഛൻ്റെ അനിയനെ പോലെയാണ് അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഈ ഒരു കിളവൻ. ഇവനൊക്കെ എന്തോ കൊച്ചു പിള്ളേരെ പോലും വെറുതെ വിടാത്ത ഇവനെയൊക്കെ ഉണ്ടല്ലോ മുക്കാലി കെട്ടി അടിക്കണം, വല്ല മുള്ളുമുഴിക്കലും കയറ്റി വിട്ടിട്ട് നല്ല വൃത്തിക്ക് തേച്ചിങ്ങ് ഇറക്കണം. കുഞ്ഞു പിള്ളേരോടൊക്കെ ഈ മാതിരി വൃത്തികേട് കാണിക്കുന്ന ഇവനെയൊക്കെ പിന്നെ എന്തുവാ ചെയ്യണ്ടേ? പേരൻസ് എന്ന് പറയുമ്പോൾ അവർ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോയി, ഒന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അച്ഛൻ്റെ അച്ഛനെയോ ഒക്കെ ജസ്റ്റ് കുഞ്ഞുങ്ങളെ ഒന്ന് എടുക്കും, താലോലിക്കും, സ്നേഹിക്കും. അതൊക്കെ ലോക സഹജമാണ്. എന്ന് വെച്ച് ആ കുഞ്ഞുങ്ങളോടൊക്കെ ഈ മാതിരി വൃത്തികേടുമായിട്ട്, അത് കുഞ്ഞു പിള്ളേരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു രീതിയിലും വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളോടൊക്കെ ഈ കിളവനൊക്കെ ഇങ്ങനെ കാണിച്ച ഇവൻ്റെയൊക്കെ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ അയ്യോ പാവം അപ്പച്ചൻ, അയ്യോ ഇയാളെ എന്തിനാണ് ഇങ്ങനെ വീട്ടുകാർ ഉപേക്ഷിച്ചേക്കുന്നൊക്കെ തോന്നി. പിന്നെ പുള്ളിക്കാരൻ്റെ കുറേ ഡാൻസും
അതിൽ കുറേ കമൻസ് അതിൻ്റെ അടിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ആക്ഷനും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു, പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം ആൾ ഇച്ചിരി പെശകാണ് എന്നുള്ള ലെവലിൽ. ഇവനെയൊക്കെ പിടിച്ച് പോലീസിലേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പോലീസിലേൽപ്പിച്ചാലും അവിടെ കിടന്ന് തിന്നു കൊഴുത്ത് പിന്നെയും ഇറങ്ങുക, പിന്നെയും ഇതൊക്കെ തന്നെയല്ലേ കുഞ്ഞുങ്ങളോട് കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഈ പെൺകുട്ടി ഒരു കമൻറ്റിന് എതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഇതുപോലെ വേറൊരാളുടെ വീട്ടിൽ ഇയാൾ നിന്നിട്ട് അവർക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ എന്റെ വീട്ടിൽ നിന്നാണ്, എന്റെ നല്ല അയാളുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, പുള്ളിക്കാരനോ പുള്ളിക്കാരന്റെ മക്കൾക്കോ അങ്ങനെ ഈ കളവൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയതോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇരുന്നിട്ട് പിടിക്കുന്ന പോലെ തോന്നിയതോ അല്ലെങ്കിൽ ഞാൻ എന്തോ അല്ലെ കള്ളു കുടിച്ചോ അല്ലെ ഡ്രഗ്സ് ഉപയോഗിച്ചോ അങ്ങനെ എനിക്ക് തോന്നിയ കാര്യങ്ങളല്ല, എന്നോട് പറഞ്ഞ് സാക്ഷിയായിട്ട് മുന്നിൽ എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. കാരണം പുള്ളിക്കാരെ ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുക, എനിക്കിപ്പം ഒരു പുള്ളിക്കാരി പറഞ്ഞ 100% സത്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ ഫെയിമിൽ നിൽക്കുന്ന സെലിബ്രിറ്റിയെ കുറിച്ചോ ഒന്നും അല്ല പുള്ളിക്കാരി സംസാരിച്ചത്. കാരണം അങ്ങനെ ഒരാളെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ ഇതൊരു വ്യാജമായ നിലപാടാണ് അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഇല്ല എന്ന് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് വളരെയധികം ഇങ്ങനെ ഇതുപോലെ റോഡിൽ കിടക്കുന്ന ഒരാളുടെ ഒരു സ്വാഭാവികമായ ഒരു വീഡിയോ കാണുന്നു, അതിനെതിരെ ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പുള്ളിക്കാരിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യം തന്നെ ആയിരിക്കും. കാരണം ഇതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും പുള്ളിക്കാരിക്ക് വരാനില്ല. അവർക്ക് പറ്റിയ ഒരു ഇൻസിഡൻറ്റ് അവർ തുറന്നു പറഞ്ഞു, വളരെ വലിയ നല്ല കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിനെയും കുറച്ച് ആൾക്കാർ വിമർശിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇയാൾ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ആ ഒരു സംഭവം ഇയാൾക്ക് അവിടെ അത് എടുക്കാൻ പറ്റിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ അവിടെ കാണിച്ചില്ലായിരിക്കും അത്. പക്ഷേ വേറൊരാൾക്ക് ഇയാളിൽ നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് അവർ തുറന്നു പറയുന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ട് തന്നെ ഉണ്ടായിരിക്കും, സത്യമായ കാര്യമായിരിക്കും. പിന്നെ ഇതിനൊരു സാക്ഷി വേറൊരാളെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ സിസ്റ്ററും ഇത് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു, അല്ല കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇതുകൊണ്ട് വേറെ നേട്ടമൊന്നുമില്ല. വഴി കിടക്കുന്ന ഒരാൾ ഇങ്ങനൊരു സംഭവം ആണ്, അതുകൊണ്ടാണ് ഇയാളെ വീട്ടിൽ കയറ്റാത്തത് എന്ന് തുറന്നടിച്ച് പറയുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, അതുകൊണ്ടൊരു നേട്ടവും ഇല്ല. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ.